ഗൈസ് ഇന്ന് സംഭവം ഒരു ചെറിയ നാട്ട കേസാണ് കേട്ടോ. ഏറെ നാളായി സ്റ്റോർ റൂമിൽ അടച്ചു പൂട്ടി വെച്ചിരുന്ന പീനാർ പട്ടം നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, ചന്ദനം അരച്ചെടുക്കുന്ന പോലെ ഈ തടിയും അരച്ചെടുത്ത് നമ്മൾ കരിമീന് വേണ്ടിയുള്ള മാവ് കുഴയ്ക്കാൻ പോവുകയാണ്. ഇനി ഈ തടിയുടെ പ്രത്യേകതയെ പറ്റി നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഈ ഒരു തടിക്ക് വിസർജ്യത്തിന്റെ അതേ സ്മെല്ലാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പീനാർ പട്ടം അരച്ചെടുത്തത് മൈദമാവും ചേർത്ത് കുഴച്ചെടുക്കുകയാണെങ്കിൽ കരിമീനുകൾക്ക് അന്തം വിട്ട റിസൾട്ട് ആണ്. ഇത് പറയുമ്പോൾ തന്നെ കരിമീനുകളുടെ വീക്ക്നെസിനെ പറ്റി കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണും. എന്തായാലും അരച്ചെടുത്ത തടിയും മൈദം ചേർത്ത് നമ്മൾ നല്ല വൃത്തിക്ക് ഉരുട്ടി കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ മാവിന്റെ മണത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഈച്ചകൾ വരെ തെറ്റിദ്ധരിച്ചു പോകും കേട്ടോ. നമ്മൾ ഇത് കുഴച്ചെടുത്തിരിക്കുന്നതിന്റെ മെയിൻ കാരണം കരിമീൻ പിടിച്ചിട്ട് കുറച്ചു കാലമായിട്ടുണ്ട്. സ്പോട്ടിൽ ഇഷ്ടം പോലെ കരിമീനുകൾ ഉണ്ടെങ്കിലും ഇവർ ചൂണ്ടക്കെടുക്കൽ വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പീനാർ പട്ടത്തിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എന്തായാലും ചൂണ്ടയിടാൻ തുടങ്ങിയപ്പോ തന്നെ കേട്ടത് വലിയൊരു നെഗറ്റീവാണ്. നമുക്ക് മുന്നേ ഇവിടെ ഇരുന്ന ചൂണ്ടക്കാർക്ക് ഒരു പൊത്തയുടെ കുഞ്ഞിനെ പോലും കിട്ടിയില്ലെന്നാണ് ഇതുവഴി പോകുന്ന ഈ മാമൻ പറയുന്നത്. ഒന്നും കിട്ടിയില്ലല്ലേ? പക്ഷെ നമ്മുടെ ഈ ഐറ്റം വെള്ളത്തിലേക്ക് ഇടേണ്ട താമസം ചറ പറന്ന് അടിപൊട്ടു വേണം കേട്ടോ. ഉള്ള ഒരേ ഒരു പ്രശ്നം എന്തെന്നാൽ കിട്ടുന്ന മീനുകളെല്ലാം ബട്ടൺ സൈസ് കരിമീൻ കുഞ്ഞുങ്ങളാണ്. ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഇവമാരെ നമ്മൾ തിരിച്ച് റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ മാവ് കൊരുത്ത് അടുത്ത ചൂണ്ടയിടുമ്പോഴും കിട്ടുന്ന മീനുകളെല്ലാം ഇതേ സൈസ് ഉള്ളവന്മാർ. ചുരുക്കം പറഞ്ഞാൽ വലിയ മീനുകൾക്ക് തീറ്റ എടുക്കാനുള്ള ഗ്യാപ്പ് ഇവമാർ കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളത്തിൽ തീറ്റ വീഴുന്ന നിമിഷം തന്നെ കുഞ്ഞന്മാരെല്ലാരും കൂടി ഓടിയെത്തി കൊത്തിപ്പിരുത്തോണ്ട് അങ്ങ് പോവുകയാണ്. ഇനി കുഞ്ഞന്മാരാണെങ്കിൽ പോലും മറ്റാർക്കും മീനടിക്കാത്ത സാഹചര്യത്തിൽ ഇവമാരെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ തീറ്റ പൊളി തന്നെയാണ് കേട്ടോ.